സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന സ്കൂൾ ചെയർമാൻ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതായി ആക്ഷേപം. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടിനെതിരെയാണ് ആക്ഷേപമുയർന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സ്കൂൾ ബസ് വിട്ടെങ്കിലും നിരവധി വിദ്യാർത്ഥികളാണ് വരാൻ തയ്യാറാകാതിരുന്നത്. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും ഈ നിലപാടിനെതിരെയാണ് രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ രൂക്ഷമായി പ്രതിഷേധമറിയിച്ചത്. ഈ ശബ്ദ സന്ദേശത്തിൽ ഭീഷണിയുടെ സ്വരമുണ്ടെന്നാണ് രക്ഷിതാക്കളിൽ ചിലരുടെ വാദം. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്രഷൻ പറഞ്ഞ് എന്നെ നേരിട്ട് കണ്ട എക്സ്പ്രഷൻ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്, വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ കയറുന്നില്ല. ആദ്യത്തെ ഒരു പീരീഡ് വരെ പുറത്ത് നിർത്തി ക്ലാസ് കേൾക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ രേഖാമൂലം പരാതികൾ നൽകിയിട്ടില്ലെന്നാണ് സൂചന. സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തിയതുൾപ്പെടെ 1 ലക്ഷത്തോളം രൂപ മുടക്കി സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഴുവൻ കുട്ടികളും പങ്കെടുക്കാത്തതാണ് സ്കൂൾ ചെയർമാനെ പ്രകോപിപ്പിച്ചത്. പരിപാടിക്ക് ഹാജരാകാത്ത കുട്ടികൾ രാജ്യസ്നേഹമില്ലാത്തവരാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്നുമാണ് ശബ്ദരേഖയിലുള്ളത്. അതേസമയം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ചിലരെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നുവെന്നും ആരെയും ബോധപൂർവം വേദനിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നതായും ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അറിയിച്ചു. TCV മാള.